ഹലോ ഗായ്സ്, അങ്ങനെ UAE അൽഹംദുലില്ലാ ഞങ്ങൾക്ക് 30 നോമ്പും കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ 30ാമത്തെ നോമ്പ് പൂർത്തിയായി. അപ്പം നാളെ ഞങ്ങൾക്ക് ഈദുൽ ഫിത്റാണ്. ഈദുൽ ഫിത്റിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ആദ്യത്തെ ആഘോഷം മൈലാഞ്ചി ഇടലാണ്. എങ്ങനെയുണ്ട് ഫിൽസ, ഇഷ്ടമായാ? കഴിഞ്ഞ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജമീലാൻ്റെ മൈലാഞ്ചി ഡിസൈനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈദ് ദിനത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് പഴംപൊരി ഉണ്ടാക്കൽ. പഴംപൊരി തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. അതുകൂടാതെ പിന്നെ കാസർഗോഡിൻ്റെ തനത് പരമ്പരാഗത പലഹാരങ്ങളായിട്ടുള്ള പൊരിയുണ്ട, സൊറോട്ടി, കടലയപ്പം ഇവയൊക്കെ ഉണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പെരുന്നാൾ നമസ്കാരത്തിന് പോവാണ്. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഫ്ലാറ്റിൻ്റെ അടുത്ത് 1-2 പള്ളികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെറിയ പള്ളിയാണ്. അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഇപ്പം ഫുള്ളായി ഞാൻ നോക്കുമ്പോൾ. അങ്ങനെ സഫാരി മാളിൻ്റെ അടുത്ത് വെച്ച് നല്ല വലിയ പള്ളിയുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. സാധാരണ ഞാൻ ജുമാ നിസ്കാരത്തിനായിട്ട് പോകാറുള്ള പള്ളിയാണിത്. ഇവിടെ അത്രത്തോളം വലിയൊരു പള്ളിയായതുകൊണ്ട് അധികം പള്ളി നിറയാറില്ല. എപ്പോൾ പോയാലും പള്ളിയിലകത്ത് സ്ഥലം കിട്ടും. പക്ഷേ ഇന്ന് പെരുന്നാൾ നിസ്കാരം ആയതുകൊണ്ട് തന്നെ ഞാനൊരു 15-20 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പള്ളിയുടെ അകത്തൊന്നും സ്ഥലമില്ലായിരുന്നു. പുറത്തും ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈദ് ദിനത്തിലെ വളരെ വ്യത്യസ്തവും രസകരവുമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത്. തമിഴ്നാട്ടിലെ കുറേ സഹോദരങ്ങൾ ഒരേ ഡിസൈനോട് കൂടിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് അവർക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ അവർ യൂട്യൂബിലൊക്കെ ആണോ എന്ന് ചോദിച്ചു. അവരെ സംഭവത്തോടു കൂടി തന്നെ ഞാൻ വീഡിയോ എടുത്തു. അവരെല്ലാവരും പോസ്റ്റ് ചെയ്ത് തന്നു. ഫോട്ടോഷൂട്ടിനുള്ള പോക്കാണ്. ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പാർക്കിലോ നല്ല സ്പോട്ടിലോ പോയിട്ട് കുറച്ച് കുട്ടികളുടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ താഴെത്തിയപ്പോഴേക്കും മടി പിടിച്ചു. കാരണം അങ്ങോട്ടുള്ള വഴികളിലൊക്കെ ട്രാഫിക് കാണുന്നുണ്ട്. പിന്നെ മഴയുടെ ലക്ഷണവും ഉണ്ട്. കൂടാതെ അളിയനും ഫാമിലിയും ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുമുണ്ട്. ഇനി ഞങ്ങൾ താജുദ്ദീൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. കളിയോ സുഖല്ലേ? അളിയന്റെ വീട്ടിലെത്തി. അപ്പം നമുക്ക് ഓരോ സാധനങ്ങൾ എന്താന്ന് നോക്കാം. ആദ്യം ഇതെന്ത് ലൂബി? കസ്റ്റാർഡ്, അത് ക്യാരറ്റ് പുഡിങ്, ഇത് ബട്ടർ പുഡിങ്, ഇത് നമ്മളെ കാസർഗോഡ് പെരുന്നാളപ്പങ്ങളാണ്. സൊറോട്ടി, കാഷ്യൂ പൊരിച്ചത്, കടല പൊരിച്ചത്, പൊരിയപ്പം, പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതോ? അത് വാട്ടർമെലൺ ജ്യൂസ്. ആക്ച്വലി ഞാൻ ഷുഗർ കട്ടിങ്ങിലുള്ളതാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് മധുരമൊക്കെ കഴിച്ചപ്പോഴേക്കും നല്ല ക്ഷീണം വന്നു. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അതിനുശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. റമദാൻ മാസം 30 നോമ്പും കംപ്ലീറ്റ് ആക്കിയ ഫിൽസക്കുള്ള ഗിഫ്റ്റ്. കൺഗ്രാജുലേഷൻസ് ഫിൽസ. റമദാൻ മാസം എല്ലാ നോമ്പുകളെയും മുടങ്ങാതെ നോമ്പ് കുറിച്ച ആദമിനുള്ള സമ്മാനം. 30 നോമ്പ് പൂർത്തീകരിച്ച സിദാക്കുള്ള സമ്മാനം. പിന്നെ കുറെ ഖുർആൻ ഓതീനല്ലേ, ഒരു ഓൾമോസ്റ്റ് 10 ആവാനായിന്. നോമ്പിന്റെ സാധനം കൊണ്ടാക്കാനെല്ലാം കൂടി അല്ലേ, ജ്യൂസ് എല്ലാം കുടിച്ച് എല്ലാം കൂടി. കൺഗ്രാജുലേഷൻ. അപ്പം ഒരുപാട് പെരുന്നാളുകൾ കൂടി, ഒരുപാട് നോമ്പുകൾ നോക്കി, ഒരുപാട് ഖത്തങ്ങൾ തീർക്കാൻ. ഓക്കെ, പെരുന്ന പൈസ പെരുന്നാൾക്ക് പോലെ തന്നെ വീണ്ടും കാണാതാക്കണം കേട്ടാ. ഇനി അളിയിലുള്ള സമ്മാനം തരാൻ വേണ്ടി താജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി തൊട്ടടുത്തുള്ള മജാസ് പാർക്കിലേക്ക്. ഈദിൻ്റെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾക്കായിട്ട് കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. മിസൈൽ ത്രെഡ്സ് മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ആളുകളൊക്കെ സജീവമായിട്ടുണ്ട്. എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. ആദ്യമേ ഇദ്ദേഹം അവരുടെ കയ്യിലുള്ള ബബിൾ ഗൺ കൊടുത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് തന്നെയാണ് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം നോക്കൂ, അത് കഴിഞ്ഞ് ആദ്യം നേരെ പോയത് ഇവിടേക്ക്. അപ്പോൾ ഈദിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. ഇനി ഈദിൻ്റെ 2ാം ദിന വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.